ഞാനിത് തയ്യാറാക്കുന്നത് പീച്ചിങ്ങ തോരനാണ്. നമുക്ക് നോക്കിയാൽ പീച്ചിങ്ങ തോരൻ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന്. ഞാൻ എൻ്റെ പേര് എടുത്തിരിക്കുന്നത് ഒരു പീച്ചിങ്ങയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കറിവേപ്പില, സവോള, പിന്നെ പച്ചമുളക്. ഇനി നമുക്ക് ഈ പീച്ചിലിങ്ങയുടെ പുറത്തെ തൊലി നമുക്ക് നന്നൊന്ന് ചിരണ്ടി ചീകി കളഞ്ഞിട്ട് നമുക്ക് നന്നായി ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഈ തൊലി കട്ടിയുള്ളതാണെങ്കിൽ നന്നായിട്ട് അതൊന്ന് നമ്മൾ കത്തി വെച്ചിങ്ങനെ ചേന്തി കളയണം. എന്നിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന പീച്ചിങ്ങ ഒരു പീച്ചിങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മളിപ്പോൾ എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. സവോളയും പച്ചമുളകും എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവോള ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസ് സവോളയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ പച്ചമുളക് ഒരു 4 എടുത്തിട്ടുണ്ട്, എരിവില്ലാത്തതായതുകൊണ്ട്. പിന്നെ കറിവേപ്പില, പിന്നെ നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പീച്ചിലിങ്ങ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി മതി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും. പിന്നെ നമുക്ക് ഇതിലേക്ക് ഞാൻ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഒരു നമ്മുടെ ഒരു കൈക്കൊരു കൈ തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇതിപ്പോൾ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ളു അടി പിടിക്കാതിരിക്കാൻ വേണ്ടി ഒരു കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒത്തിരി വെള്ളം ചേർക്കരുത്, കുറച്ച് വെള്ളം ചേർക്കാവുള്ളൂ. മിക്സ് ചെയ്തിട്ട് നമുക്ക് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കാം. 10 മിനിറ്റ് കൊണ്ട് ഇത് വെന്ത് കിട്ടും. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം നമ്മുടെ ഈ പീച്ചിലിങ്ങ ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ച് വേവിക്കേണ്ട, തുറന്ന് വെച്ചിട്ട് നമ്മുടെ ഇതിൻ്റെ വെള്ളം ഒന്ന് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ. നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു പീച്ചിങ്ങ തോരനാണ്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഒരു തോരൻ റെസിപ്പിയാണിത്. ഇനി നമ്മൾ തുറന്ന് വെച്ചിട്ട് ഇത് വേവിക്കുമ്പോൾ നമ്മളൊന്ന് ഇടയ്ക്ക് ഇളക്കിയിട്ട് കൊടുക്കണം. ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ എപ്പോഴും തീ കുറച്ച് വയ്ക്കുക. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ. നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു പീച്ചിങ്ങ തോരനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് അറിയിക്കണേ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. വീണ്ടും പുതിയ റെസിപ്പിയുമായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക് യു.